ശ്രീ എം വിൻസെന്റ്. സർ, ഈ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിൽ നിയമസഭയെ അവഹേളിക്കുന്ന തരത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തെ ഗവർണറുടെ നിലപാടിനെ ശക്തമായി അപലപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർ, ഈ ഗവർണറുമായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ AC ഇവിടെ സൂചിപ്പിച്ചത്. സർ, ഈ ഫ്ലോറിൽ ഗവർണറെ ഞങ്ങൾ തടഞ്ഞപ്പോൾ നിങ്ങൾ രണ്ട് കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നത് ഈ ഫ്ലോറിൽ നടന്ന സംഭവമാണ്. നിങ്ങൾ മറന്നു പോരുത്. ഞങ്ങളാണ് തടഞ്ഞത്. സർ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവർണർ പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയാണ് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. സർ, ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ദയവീത് നിങ്ങൾ ഈ കാര്യങ്ങളെ കാണരുതെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാർ, ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അന്തർധാരയെല്ലാം നമുക്കറിയാവുന്നതാണ്. സർ, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചക്കിക്കൊത്ത ചങ്കരൻ കളിക്കുകയാണ്. ഇവിടെ ഒരു കാലത്ത് VSഉം പിണറായിയും സ്റ്റേജിലിരിക്കുന്നത് പോലെയാണ്. VS സ്റ്റേജിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി സ്റ്റേജിലിരിക്കുമ്പോൾ പരസ്പരം നോക്കില്ല. നമ്മൾ ഇവിടെ കണ്ടില്ലേ, ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ സമയത്ത് പിന്നെ ഒരു ആരവത്തോടു കൂടി VS കയറി വന്നതും ബഹുമാനായ പിണറായി വിജയൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരുന്നതുമൊക്കെ ഇപ്പോഴും അതേപോലുള്ള നാടകങ്ങളല്ലേ സാർ ഇവിടെ അരങ്ങേറുന്നത്? ഗവർണർ വരുമ്പോൾ മുഖ്യമന്ത്രി നോക്കുന്നില്ല, മുഖ്യമന്ത്രി വരുമ്പോൾ ഗവർണർ നോക്കുന്നില്ല. ഈ നിലയിലുള്ള ഈ ചക്കിക്കൊത്ത ചങ്കരനാണ് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരെയും ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. സാർ, ഈ 2 മിനിറ്റ് പ്രസംഗത്തിന് 20 മിനിറ്റ് നന്ദി പ്രമേയം ബഹുമാനായ ശ്രീ ചന്ദ്രശേഖരനെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? 2 മിനിറ്റ് അദ്ദേഹം തന്നെ പറഞ്ഞത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടതെന്ന്. പിന്നെ എങ്ങനെയാണ് സാർ നിങ്ങൾ ഈ നന്ദി പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും? സാർ, 101 തവണയാണ് ഗവർണറെ കൊണ്ട് എൻ്റെ സർക്കാർ എന്ന് പറയിക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. പക്ഷെ ഗവർണറാകട്ടെ അദ്ദേഹം എൻ്റെ സർക്കാർ എന്നുള്ള പാരഗ്രാഫ് ഇല്ലാത്ത ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അയാൾ പോവുകയും ചെയ്തു. കഴിഞ്ഞ തവണ 68 തവണയായിരുന്നു എൻ്റെ സർക്കാരെങ്കിൽ ഇന്നിപ്പോ അത് 101 തവണയായി. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി, അവരുടെ അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരായി ജനരോഷം അതിരൂക്ഷമായി വരുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള ഈ നാടകങ്ങൾ ഇവിടെ നടക്കുന്നത്. ഏതെല്ലാം സമയത്ത് സർക്കാരിനെതിരെ ജനരോഷം ഉയരുന്നുണ്ടോ അപ്പോഴെല്ലാം ആപത് ബാന്ധവനെ പോലെ ഗവർണർ ഈ സർക്കാരിന്റെ മുന്നിൽ അവതരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സാർ, അതുകൊണ്ട് ഈ BJPയെ എതിർക്കുന്നത് ഞങ്ങളാരും എതിർക്കുന്നില്ല. പാർലമെന്റിൽ എത്ര തവണയാണ് സാർ ഞങ്ങൾ സസ്പെൻഷൻ വാങ്ങിയിട്ടുള്ളത്? എത്ര തവണയാണ്? ഞങ്ങൾ അവരെ പിന്തുണച്ചത് കൊണ്ടാണോ? സാർ, ഞങ്ങളെപ്പോലെ പാർലമെന്റിൽ ഇത്രയധികം ഈ സർക്കാരിനെതിരെ പോരാടിയത് ആരെങ്കിലും ഉണ്ടോ? സാർ, നിങ്ങള് ഒരു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിനെ തഴുകി തലോടുന്ന ഒരു നയപ്രഖ്യാപനമല്ലേ സാർ ഇവിടെ നടത്തിയിട്ടുള്ളത്? സാർ, പിന്നെ സാമ്പത്തികമായി ഞെരുക്കുന്നു. നിങ്ങൾ പ്രതിഷേധമുണ്ടോ ഈ നയപ്രഖ്യാപനത്തിനുള്ളിൽ? 2 ലക്ഷം മെട്രിക് ടൺ അരിയാണ് വെട്ടിക്കുറച്ചത്. ഗോതമ്പ് ഒരു വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തി. മണ്ണെണ്ണ കിട്ടുന്നില്ല. പ്രതിഷേധമുണ്ടോ നിങ്ങൾക്ക്? കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ട് സമരസപ്പെടുകയല്ലേ സാർ നിങ്ങൾ കേന്ദ്രവുമായി? സാറേ, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു നേതാവ് മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് സാർ തല ഉയർത്തി നിന്നുകൊണ്ട് അദ്ദേഹം വരുന്നു. സാറ് ചുട്ടുപൊള്ളുന്ന കന്യാകുമാരിയിൽ നിന്ന് മഞ്ഞ് പൊഴിയുന്ന കാശ്മീർ വരെ ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ട് കാൽനടയായി നടന്ന ഒരു മനുഷ്യനുണ്ട് സാർ. ആ മണിപ്പൂരിലെ മെയ്തി വിഭാഗത്തിന്റെയും കുക്കി വിഭാഗത്തിന്റെയും ഇടയിലേക്ക് ധൈര്യപൂർവ്വം നെഞ്ചുവിരിച്ചു വന്നു പോയ ഒരു മനുഷ്യനുണ്ട് സാർ. അവർക്ക് നേരെ സംഘപരിവാർ ഉയർത്തിയിട്ടുള്ള ബാരിക്കേഡുകൾ തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണണം സാർ. അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല കേസെടുക്കുമ്പോൾ എനിക്കെതിരെ 1 അല്ല 1000 കേസെടുക്കൂ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സാർ ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്നത്. നിങ്ങൾക്ക് സംഘപരിവാറിനെതിരെ മോദിക്കെതിരെ സമരം നടത്തുമ്പോൾ മുട്ടുപറയ്ക്കും. എനിക്ക് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പറയാനുള്ളത്, കേന്ദ്രത്തിനെതിരായി RSSനെതിരായി സമരം ചെയ്യാൻ
നിങ്ങൾക്ക് ധൈര്യം ലഭിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ പോക്കറ്റിലിടണം. എങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കും. സാറ് അഴിമതി കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണ് സാർ ഇത്. സാർ കെ ഫോൺ അഴിമതി. സാർ കെ ഫോണിൽ 1028 കോടിയുടെ പദ്ധതിയിൽ 58% അധികം ടെൻഡർ തുകയിട്ട് ശിവശങ്കറിന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ 500 കോടി രൂപ അധികമായി നൽകിയ ഈ പദ്ധതി 18 മാസം കൊണ്ട് 20 ലക്ഷം കണക്ഷൻ നൽകുമെന്ന് പറഞ്ഞിട്ട് 3000 കണക്ഷനാണ് നൽകിയത്. ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായ 9 കോടി രൂപയുടെ അഴിമതി. AI ക്യാമറ. സാറ് അഴിമതിയുടെ കൃത്രിമ ബുദ്ധിയിൽ വിടർന്ന 150 കോടി രൂപയുടെ അഴിമതിയുടെ AI ക്യാമറ. സാർ കോവിഡ് കാലത്ത് കാർഗിൽ യുദ്ധകാലത്ത് BJPക്കാർ ശവപ്പെട്ടി വാങ്ങി കുംഭകോണം നടത്തിയതുപോലെയാണ് സാർ കോവിഡ് കാലത്ത് VP കിറ്റ് ഉൾപ്പെടെയുള്ള മാസ്ക് ഉൾപ്പെടെ തെർമോമീറ്റർ ഫേഷ്യൽ ഉൾപ്പെടെയുള്ളത് വാങ്ങി ഇവർ കുംഭകോണം നടത്തിയത്. സാർ അഴിമതിയുടെ കഥ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് സാർ. മാസപ്പടി, സ്വർണ്ണക്കള്ളക്കടത്ത്, പവർ പർച്ചേസ്, മരുന്ന് തട്ടിപ്പ് എല്ലാം ഉണ്ട് സാർ. സാർ ഇവര് അഴിമതി നടത്താനും അതിൽ നിന്ന് രക്ഷപ്പെടാനും നൂതനമായ മാർഗങ്ങളാണ് സാർ ഇവർ സ്വീകരിക്കുന്നത്. സാർ അഴിമതി നടത്താൻ കൈതോലപ്പായയും ബിരിയാണി ചെമ്പ്. സാർ മിഥുനം എന്നുള്ള ഒരു സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടി ഉർവശിയെ കൈതോലപ്പായയിൽ ചുറ്റി കടത്തുന്ന ഒരു സീന് ഇവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടാവും. ആ സീനിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൈതോലപ്പായയിൽ പടം കൊണ്ടുപോകും. സാർ രക്ഷപ്പെടാൻ ഇവർക്ക് മാർഗമുണ്ട്. സാർ മജീഷ്യന്മാർ നടത്തുന്ന ഫയർ എസ്കേപ്പ് ആണ് ഇവർക്ക് അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇവർ പറഞ്ഞത് അഴിമതി തുളച്ചു നീക്കുമെന്നാണ് സാർ. ഫലത്തിൽ ഇപ്പോ അഴിമതിക്കെതിരായിട്ടുള്ള തെളിവുകൾ തുളച്ചു നീക്കുന്നവരായി ഇവർ മാറിയിരിക്കുകയാണ് സാർ. സാറ് KMCSL-ന്റെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 3 ഗോഡൌണിലും തീ കത്തുകയാണ് സാർ. സാർ അവരുടെ ആ മരുന്നിരിക്കുന്ന ഗോഡൌണിലും മാത്രം തീ കത്തുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിന്റെ സന്ദർഭത്തിൽ ആ കേസിന്റെ സന്ദർഭത്തിൽ യാത്രാരേഖകൾ ഉൾപ്പെടുന്ന ഫയലുകൾ ഇരിക്കുന്ന സെക്രട്ടറിയലിലെ സെക്ഷൻ കത്തുകയാണ്. അങ്ങനെ അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഫയർ എസ്കേപ്പ് കണ്ടുപിടിച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് സാർ. സാർ തീരദേശത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് തലചായ്ക്കാനൊരു കൂരയില്ലാത്തതാണ് സാർ. സാർ അവർക്കുണ്ടായിരുന്ന പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ലൈഫിൽ ലയിപ്പിച്ചതോടുകൂടി അവർക്ക് അവർക്ക് വീട് ലഭിക്കാത്ത ഒരവസ്ഥ. സാർ പുനർഗേഹത്തിലൂടെ 18,000 പേരെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 4,000 പേരെ മാത്രമാണ് വീട് നൽകിയിട്ടുള്ളത് സാർ. സാർ അവർക്കുള്ള തുക വർദ്ധിപ്പിച്ച് നൽകണം. സാർ പട്ടയം നൽകുന്നില്ല. ഈ തീരദേശ ഹൈവേ വരുന്ന ഈ സമയത്ത് പട്ടയം ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ഭൂമിയുടെ നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പട്ടയം നൽകുന്നതിനുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണം സാർ. സാർ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം 2 വർഷമായി തടഞ്ഞു വെച്ചിരിക്കും സാർ. ഉപരിപഠനത്തിന് മുമ്പ് TC-യും സർട്ടിഫിക്കറ്റും കോളേജുകൾ നൽകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ട്യൂഷൻ ഫീസും പരീക്ഷാ ഫീസും നൽകാത്തതുകൊണ്ട് പലർക്കും പഠനം ഉപേക്ഷിക്കേണ്ടി വരികയാണ് സാർ. സാർ തീരദേശ ഹൈവേ DPR പോലും 2017 തുടങ്ങിയതാണ് സാർ. ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു DPR പോലും പൂർത്തീകരിച്ചിട്ടില്ല. മലയോര ഹൈവേയിലെ 793 കിലോമീറ്ററിൽ ആകെ പൂർത്തിയായത് 112 കിലോമീറ്റർ മാത്രമാണ് സാർ. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകുന്നതിന് 3 മാസം കുടിശ്ശികയാണ് സാർ. കുടിശ്ശികയില്ലാതെ നൽകിയാൽ പോലും അധ്യാപകർക്ക് കടം വാങ്ങേണ്ടി വരും. കാരണം ഒരു കുട്ടിക്ക് 8 രൂപയാണ് കൊടുക്കുന്നത്. 2 ദിവസം പാല് കൊടുക്കണം, 1 ദിവസം മുട്ട കൊടുക്കണം. ആകെ കൊടുക്കുന്നത് 8 രൂപയാണ് സാർ. ആ തുക വർദ്ധിപ്പിച്ച് നൽകണം സാർ. സാർ കോൺട്രാക്ടർമാർക്ക് 14,000 കോടി, കാരുണ്യ പദ്ധതിയിൽ 1,200 കോടി രൂപയുടെ കുടിശ്ശികയാണ് സാർ. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 900 കോടിയുടെ കുടിശ്ശിക. സർക്കാർ ജീവനക്കാർക്ക് DA ലീവ് സറണ്ടർ, അതുപോലെ തന്നെ ശമ്പള കമ്മീഷന്റെ അരിയർ 20,000 കോടി രൂപയുടെ കുടിശ്ശിക. ലൈഫ് പദ്ധതിക്ക് 717 കോടി രൂപ വകയിരുത്തിയിട്ട് ചെലവാക്കിയ 4% മാത്രമാണ് സാർ. സാർ നവംബർ മുതൽ RC ബുക്കും ലൈസൻസും പ്രിന്റ് ചെയ്യുന്ന കൊടുക്കുന്നില്ല സാർ. പുറം കരാർ കൊടുത്തിട്ടുള്ള എറണാകുളത്തെ ഒരു കമ്പനി പൈസ കൊടുക്കാത്തതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. 11 ലക്ഷം RC ബുക്ക് ലൈസൻസ് പെൻഡിങ്ങിലാണ് സാർ. അതുപോലെ തന്നെ KSRTC സാർ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം സാർ. KSRTC-യിൽ കിഫ്ബിയിൽ നിന്ന് 4% പലിശയ്ക്ക് പണമെടുത്ത 50 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി സാർ. ഓരോ ബസ്സിനും ഞാൻ കണക്ക് സഹിതം പറഞ്ഞിട്ട് ഓരോ ബസ്സിനും
3000-ലേറെ രൂപ ഓരോ ബസ്സിനും ഒരു ദിവസം നഷ്ടമാണ്. 5 വർഷം കൊണ്ട് ഇവർ പലിശയ്ക്ക് കടമെടുത്ത് വാങ്ങിയ ബസ്സുകൾ 5-6 കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ടാക്കുകയാണ് സാർ. ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥാപനത്തിന് ഈ തെറ്റായ പരിഷ്കാരങ്ങളിലൂടെ വരുത്തുന്ന ബാധ്യത സർക്കാർ കാണണമെന്നാണ് സാർ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പോസ്റ്റ്മോർട്ടത്തിനുള്ള കിറ്റുകൾ പോലും മരണപ്പെട്ടവർ വാങ്ങിക്കൊടുക്കേണ്ടി വരികയാണ്. സ്കൂൾ യുവജനോത്സവത്തിന് ഭക്ഷണത്തിന് കുട്ടികൾ തന്നെ അരിയും മറ്റ് സാധനങ്ങളും കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ് സാർ. അങ്ങനെ സാർ ഇതുപോലെ